ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മാർച്ച് 8 മിഴുനീർ മാതാവിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അവർ ലേഡി ഓഫ് ടീയേഴ്സ്, ബ്രസീൽ, 1928. നമ്മൾ ഈ മാതാവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരും മാതാവിൻ്റെ പാദത്തിൻ്റെ അരികിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വേദനകളും, രോഗങ്ങളും, പ്രയാസങ്ങളും മാതാവ് മാറ്റിത്തരട്ടെ. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. 1928 മിഷണറി സഭയായ ക്രൂശിതനായ ഈശോ സഭാ സ്ഥാപകരിൽ ഒരാളായ അമേലിയ അഗൂറി പീഡിതനായ ഈശോയുടെ സിസ്റ്റർ അമേലിയ എന്ന നാമകരണം സ്വീകരിച്ചു. സിസ്റ്ററിൽ പഞ്ചക്ഷതങ്ങൾ ഉണ്ടാവുകയും പിന്നീട് സുഖപ്പെടുകയും ചെയ്തു. അവൾക്ക് ഈശോയുടെ ദർശനം ഉണ്ടാവുകയും അതിൽ മിഴുനീർ മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ 3 പ്രാർത്ഥനകൾ നൽകുകയും ചെയ്തു. 4 മാസങ്ങൾക്ക് ശേഷം വയലറ്റ് ഉടുപ്പും നീല അങ്കിയും വെളുത്ത ശിരോവസ്ത്രവും ധരിച്ച് മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് തിളക്കമാർന്ന മിഴുനീർ കൊന്ത അവൾക്ക് കൊടുത്ത ശേഷം 3 പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1930 മാർച്ച് 8 കണ്ണുനീരിൻ്റെ അമ്മയുടെ രൂപം ആലേഖനം ചെയ്ത് കീർത്തിമുദ്ര ധരിച്ച മാതാവിനെ അവൾ കണ്ടു. 1934 അവരുടെ സഭാസ്ഥാപകൻ കണ്ണുനീരിൻ്റെ അമ്മയുടെ രൂപം ആലേഖനം ചെയ്ത കൊന്തയുടെ ഉപയോഗത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിച്ചു. ബ്രസീലിലും യൂറോപ്പിലും മിഴുനീർ മാതാവിൻ്റെ ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കണ്ണുനീരും, സഹനങ്ങളും സന്തോഷങ്ങളുമെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.